സംഭവ ദിവസം ഞാൻ ഗേറ്റടയ്ക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുകയായിരുന്നു. കമ്മീഷൻ നടത്തുന്ന സർവേ പൂർത്തിയായി. സർവേ റിപ്പോർട്ട്. ഹലോ മക്കളെ, നാളെ നിങ്ങൾ രാവിലേക്ക് എത്തത്തില്ലേ? ഇല്ല ചാച്ച, ഞങ്ങൾ വരുന്നില്ല. ഇവിടെ വേറെ ചില കാര്യങ്ങൾ കാണാൻ തിരക്കിലാന്നേ. പിന്നെ ചാച്ച, ഞങ്ങൾ അടുത്ത ആഴ്ച ചാച്ചനെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. എങ്ങോട്ട്? അല്ല ചാച്ച, ചാച്ചനൊറ്റയ്ക്ക് എത്ര നാൾ നിൽക്കാനാ? പിന്നെ ചേട്ടായി ആ ബ്രോക്കർ മനുഷ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നാളെ പാട്ടിയും കൂട്ടി വരും, വീടും പണവും വിൽക്കാൻ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ആരോട് പരാതി പറയാനാ? ഒരു പ്രായം കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാനില്ല. ഓ, ഇനിയിപ്പോ ഇതാർക്ക? എൻ്റെ പേര് വത്സൻ, അച്ഛൻ്റെ പേര് കൊച്ചു വത്സൻ. ഇവിടെ അടുത്ത് തന്നെ വീട്. ഈ ഏരിയയിലുള്ള സകല വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ ബ്രോക്കർ ഞാനാണ്. ഈ QLX ഒക്കെ വരുന്നതിന് മുമ്പേ തുടങ്ങിയ പരിപാടിയാണ് ഞാൻ. മനസ്സിലായ? നല്ല ഐശ്വര്യമുള്ള സ്ഥലമാണെന്നേ. കണ്ണും പൂട്ടി വാങ്ങിച്ചോ, ഈ വത്സൻ ഗ്യാരണ്ടി. നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണോ? പിന്നല്ലാതെ നല്ല തെളിനീര് പോലത്തെ വെള്ളം കിട്ടുന്ന കിണറുണ്ട്. വർഷങ്ങളായിട്ടുള്ള കിണറാണെന്നേ. മാഷൊരു നമ്പൂരിയുടെ ഒന്ന് വാങ്ങിച്ചതേ സ്ഥലം. ഇപ്പൊ പിള്ളേരടുത്തില്ല. മാഷിനോട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് അവരുടെ. മൈഗ്രൈൻ കണ്ടിട്ട് പറയാം. ഇതേ നമ്മുടെ മോൻസാറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ഇവിടുത്തെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ള പിള്ളേരെന്നെ വിളിച്ചു പറഞ്ഞു, വത്സേട്ടാ ഇവിടെ വരെ വരണം, ഈ കാര്യത്തിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഈ സംഭവം ഒരു അത്ഭുതമല്ല, ഒരു മഹാസംഭവമാണത്. അതൊരു പുണ്യസ്ഥലമാണ്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ പണ്ട് ഒരു അത്ഭുത ഉറവുണ്ടായ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്ഭുത കിണറിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടായതായിരിക്കാം. അത് ഒരു പുണ്യസ്ഥലം തന്നെയാണ്. കണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ, അത് അത്ഭുതമാണോ രൂപമാണോ എന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഇതാണ് ഞാൻ കണ്ടത്. മോനെ നന്നായി പ്രാർത്ഥിച്ചോളൂ. അത്ഭുത ശക്തിയുള്ള കിണറാ. മോൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരും. വാ മോനെ, നമുക്ക് പോകാം.
ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാഷ് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആരും തിരക്ക് കൂട്ടണ്ട, ആരും തിരക്ക് കൂട്ടണ്ട. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. വന്ന് വാങ്ങിച്ചോ. എല്ലാവർക്കും ഉണ്ട്. കെട്ട് വെച്ചിട്ടുണ്ടല്ലേ 50 തന്നെ. ഫലം കിട്ടിയാലും പറയണം. പിന്നെ പുണ്യജലം തന്നെ. ഞങ്ങളിവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് അല്ല, ഈ തീർത്ഥാടന സംരംഭമാണല്ലോ. അത് എല്ലാവരോടും പറയണം. ശരി. എനിക്കുന്നുണ്ടല്ലോ, നല്ല പനി എനിക്കുന്നുണ്ട്. ഈ പുണ്യ വെള്ളം തരാട്ടോ. കുടിച്ചു കഴിയുമ്പോൾ മാറിക്കോളൂ കേട്ടോ. മാസത്തോളമായി എൻ്റെ കാലിലെ പാദത്തിലെ വേദന തുടങ്ങിയിട്ട്. അപ്പോഴാണ് എനിക്ക് ഈ പുണ്യജലം കിട്ടിയത്. അത് ഞാൻ കാലിലെ പാദത്തിലെല്ലാം തേക്കുകയും പെട്ടെന്ന് എൻ്റെ വേദനയെല്ലാം മാറി. അത്ഭുതകരമായൊരു ജലമാണ് ഈ പുണ്യജലം. ഈ കൈകാനിക്കൊരു കുറവില്ലല്ലോ ഈശ്വര, ഇതെങ്കിലും തേച്ചാൽ മാറിയാൽ മതിയായിരുന്നു. പുണ്യജലം ഈശ്വര മാറണേ. എന്താ തണുപ്പ്. പുണ്യജലം തന്നെ. ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. അത് വിശ്വാസമാണടാ. അല്ല ചേട്ടാ, ഇതൊക്കെ നമ്മ വെച്ച് തേച്ചിട്ട് വല്ല നടക്കോ? അത് നീ സംശയത്തോടു കൂടി ചെയ്തിട്ടാ. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടൊന്ന് ചെയ്തു നോക്ക്. ഫലിക്കുമല്ലേ? കണക്ക് ആർക്കും വേണ്ടിയൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ കിണറാണ്. ഇവിടുത്തെ അത്ഭുതങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിനുള്ള അവകാശം. ഭക്തന്മാരോട് അധികം വിളയണ്ട. അതൊക്കെ പണ്ട് ഇതിന്റെ മാഷിന്റെ സ്ഥലം. ഇതല്ലേ ആ വീട്? അതെ. ഞങ്ങൾ ഭൂജല വകുപ്പിൽ നിന്ന് വന്ന ഓഫീസേഴ്സാണ്. ഞങ്ങളിവിടെ വരാൻ കാരണം ഈ കിണറ്റിലെ വെള്ളം പുണ്യജലം എന്ന പേരിൽ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന അറിഞ്ഞിട്ടാണ്. ആരാണ് നിങ്ങൾക്ക് ഇതിന് പെർമിഷൻ തന്നത്? ഏത് അതോറിറ്റിയാണ് ഈ വെള്ളത്തിൻ്റെ ഡ്രിങ്കിങ് ക്വാളിറ്റി അനലൈസ് ചെയ്തത്? ഇത് വളരെ ഗൗരവമേറിയൊരു കുറ്റമാണ്. ഞങ്ങൾ അവിടുന്ന് ശേഖരിച്ച സാമ്പിളുകൾ അത്യാധുനിക സൗകര്യമുള്ള ലാബുകളിലാണ് ടെസ്റ്റ് നടത്തിയത്. അതിൽ ആ കിണറ്റിലെ വെള്ളത്തിൽ ഓയിലിൻ്റെ നേരെ ഒരു അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഓ, പുണ്യജലം സീൽഡല്ലേ? എന്ത് മണ്ടന്മാരാണോ! ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കുകയോ ദേഹത്ത് പുരട്ടുകയോ ചെയ്താൽ രോഗശമനമല്ല ഉണ്ടാകുന്നത്, മറിച്ച് രോഗമായിരിക്കും. ഡയറിയ, ഡിസെൻട്രി, ഡെർമറ്റൈറ്റിസ്, എന്തിന് ചൊറിച്ചിലുകൾ വരെ ഉണ്ടാവും. വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഇതുപോലുള്ള പറ്റിപ്പിൽ ചെന്ന് ഇനിയെങ്കിലും ചാടാതിരിക്കും. ശരി സാറേ, ഞാൻ ഇറങ്ങിക്കാം. എന്നാടോ എയർ ചെയ്യുന്നത്? അടുത്ത ആഴ്ച ചെയ്യാം സാറേ. ശരി. ഓ, സാറിൻ്റെ കഴിക്കാൻ പറ്റുക? ഒന്നുമില്ലടോ, ഇത് ചൂടുവെള്ളം വേണോ? ഓ ശരി. ഈശ്വര, ഈ വേദന എങ്ങനെയെങ്കിലും മാറ്റിത്തരണേ. കുറേ നാളത്തിൻ്റെ കഷ്ടപ്പാടാണ് ഈശ്വര.
ഹലോ. ആ ചാച്ച, എന്തുണ്ട് വിശേഷം? ചോറൊക്കെ കഴിച്ചായിരുന്നോ? മോള് കഴിച്ചില്ല, കഴിക്കണം. അതെന്നാ പറ്റി? പിന്നെ ഇന്നേ ചന്തയിൽ പോയി കുറച്ച് മീൻ വാങ്ങിച്ചു. അത് അടുപ്പത്തിരിപ്പുണ്ട്. ആ, പിന്നെ ചാച്ച, കണ്ണില് മരുന്നൊക്കെ ഒഴിച്ചായിരുന്നോ? ഒഴിച്ചു. പിന്നെ അതില് ചാച്ച, നമ്മുടെ ആ കേസും പ്രശ്നങ്ങളൊക്കെ ചേട്ടായി ഒതുക്കി തീർത്തിട്ടുണ്ട്. പക്ഷെ ആ വീടും പറമ്പിനി വിറ്റ് പോകില്ല ചാച്ച. അതുകൊണ്ട് ആകെ ഒരു വിഷമത്തിലാ. ആണോ? എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ചാച്ച. അടുക്കളയിലെ മീൻകറി പുകഞ്ഞെന്നാ തോന്നുന്നു. ഒന്ന് നോക്കട്ടെ മോളെ. ശരി ശരി. ശരി ചാച്ച. ശരി. ശരി ചാച്ച. ബൈ. ബൈ. കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ചൊറിച്ചിൽ, കണ്ണിന് പ്രശ്നം, തലവേദന, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തീരെ ഉപയോഗിക്കാതെ കണ്ടപ്പോൾ ഇവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഓയിൽ ആൻഡ് ഗ്രീസ് തുടങ്ങിയവർക്ക് നമ്മുടെ ലാബുകളിൽ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫീസ് ലാബിൽ തന്നെ ചെയ്യും. ബാക്കി ഉള്ളത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ മഞ്ഞനിറത്തിൽ പാട കെട്ടിയിട്ടുണ്ട്. കുടിക്കാനോ കുളിക്കാനോ പറ്റാത്ത വിധത്തിലാണ് വെള്ളമെന്ന് ലാബ് പരിശോധനയിലും താനിങ്ങനെ ഫോണിൽ കളിച്ചിരുന്നോളൂ. എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുപോടോ. തൻ്റെ കിണറാണെങ്കിൽ ക്ലിക്കായോ ഇല്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അത് പറഞ്ഞപ്പോഴാണ് സാറേ പുതിയൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു അത്ഭുത ഒച്ച ഉണ്ടാവണം. തൻ്റെ ഒച്ച വേറെ എന്തെങ്കിലും നല്ലത് കൊണ്ടുപോടോ. എന്നാൽ പിന്നെ ഒരു ഫ്രഷ് സാധനമുണ്ട്. മന്ത്രിമാരുടെ അഴിമതി. മന്ത്രിമാരുടെ അഴിമതി അഴിമതി